നമസ്കാരം. ഇന്നലെ ഞാൻ വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കാണാനിടയായി. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ പ്ലേ ചെയ്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വരും. അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, മധ്യപ്രദേശിൽ നടന്നിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. 2 ടീനേജേഴ്സ് ചേർന്നിട്ട് 10 വയസ്സിനിടയിൽ മാത്രം പ്രായമുള്ള 3 ആൺകുട്ടികൾ ആ ആൺകുട്ടികളെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ട് തല്ലുന്നുണ്ട്. തല്ലുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. അങ്ങ് ഒരു രീതിയിലുള്ള മനസാക്ഷിയും കാണിക്കാതെയാണ് ഈ പ്രവൃത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ തല്ലുന്നതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് 1-2 കുട്ടികൾ അള്ളാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ ചെറിയ ആൺകുട്ടികൾ മുസ്ലിം കുട്ടികളാണ്. എന്നിട്ട് ഈ അള്ളാന്ന് വിളിക്കുമ്പോൾ അവർക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ കുട്ടികൾ ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നിടം വരെ ഇവന്മാർ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മനസാക്ഷിയും ഇല്ലാതെ. അവരെക്കാട്ടിൽ പ്രായത്തിന് ഇളയ പിള്ളേരാണ് എന്ന് പോലും ആലോചിക്കാതെയാണ് അവർ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് സങ്കടം വരുന്നുണ്ട്, എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. സത്യം, ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ശരിക്കും സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അധികമൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ കുറേ പൊട്ടന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പൊട്ടന്മാർ, അവരുടെ വിചാരം ഇതുപോലെ മതം പ്രചരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ, നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് ആയിട്ട് പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള യങ്സ്റ്റേഴ്സ് മറ്റുള്ള രാജ്യത്തേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഇവിടെ ഫ്യൂച്ചർ ഇല്ല. അതാണ് സത്യം. ഇവിടെ ഫ്യൂച്ചർ ഇല്ല. എങ്ങനെ ഇവിടെ ഫ്യൂച്ചർ ഉണ്ടാകും? ഇങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മുടെ രാജ്യത്ത് ഫ്യൂച്ചർ ഉണ്ടാകും? നമ്മുടെ രാജ്യത്ത് പറയാൻ ഒന്നുമില്ല പ്രത്യേകിച്ച്. ശരിക്കും ഇനിയിപ്പോൾ പ്രൗഡായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കാൻ ഇനി ഒന്നുമില്ല. ഇവിടെ നല്ല ജോലി കിട്ടുന്നുണ്ടോ? പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടുന്നില്ല, നല്ല ജോലിയില്ല, നല്ല ഭക്ഷണമില്ല, ഒന്നുമില്ല, പറയാൻ തക്ക ഒന്നുമില്ല. മറ്റുള്ള രാജ്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുരോഗമനം ഇതിനകത്താണ്. ഇവന്മാരൊക്കെ രാക്ഷസന്മാരല്ലേ? രാക്ഷസന്മാർ കാണിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊന്നും മനുഷ്യഗണത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഞാൻ ഇവിടെ ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളെയോ ഒരു മതവിഭാഗത്തെ അല്ല കേട്ടോ കുറ്റം പറയുന്നത്. ഇവരെയൊന്നും ഞാൻ ഹിന്ദുക്കളുടെ ഗണത്തിലേ പെടുത്തിയിട്ടില്ല. 90% വരുന്ന ആൾക്കാരും നമ്മുടെ ഇവിടെ പീസ് ആഗ്രഹിക്കുന്നവരാണ്, സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരാണ്. പക്ഷേ 10% വരുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഇതാണ്. പണ്ടുള്ള യുഗത്തിൽ ഒരുപാട് യുഗങ്ങൾ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു യുഗത്തിൽ വന്നതെന്നാണ് പറയുന്നത്, പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ പണ്ടുള്ള യുഗത്തിൽ ദൈവങ്ങൾ മനുഷ്യരായിട്ട് അവതരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ദൈവങ്ങൾ മനുഷ്യരായിട്ട് അവതരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അന്ന് ഭൂമിയിലുണ്ടായിരുന്ന അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അസുരന്മാർ ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ അവരെ കൊണ്ട് പൊറുതി മുട്ടുന്ന സമയത്ത് ഓരോരോ ദൈവപുരുഷന്മാർ ഭൂമിയിൽ അവതരിക്കും. എന്നിട്ട് ഈ അസുരന്മാരെ നിഗ്രഹിച്ച് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കിയിട്ട് അവർ തിരിച്ചു പോകും. അങ്ങനെയാണ് നമ്മൾ പുരാണത്തിലൊക്കെ പഠിച്ചേക്കുന്നത്. പക്ഷെ കലിയുഗത്തിൽ മാത്രം അങ്ങനെ ദൈവങ്ങളൊന്നും അവതരിക്കത്തില്ലെന്നാണ് പറയുന്നത്. കലിയുഗത്തിന്റെ പ്രധാനപ്പെട്ട റിഫ്ലക്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ദൈവങ്ങളെ വിളിക്കുന്നതിന്റെ പേരിലാണ് അസുരന്മാര് മനുഷ്യന്മാരെ ഉപദ്രവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവങ്ങളുടെ പേരിലാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ മനുഷ്യഗണത്തിൽ ഞാൻ കൂട്ടത്തില്ല. അസുരന്മാര് തന്നെയാണ്. അസുരന്മാർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അസുരന്മാർക്ക് മനസാക്ഷിയൊന്നുമില്ല. എങ്ങനെ തോന്നുന്നു? ഈ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഓരോരോ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇത് കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഇവിടുത്തെ ചെറിയ തലമുറ, ഇനി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എനിക്ക് എന്തോ പറയണമെന്ന് പോലും അറിയത്തില്ല. എനിക്ക് ദൈവങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ വിഷമം തോന്നുക. സത്യം, അവരെന്തോ പിഴച്ചു സത്യത്തിൽ? ശ്രീരാമൻ എന്ന് വിളിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ നിർബന്ധിപ്പിച്ച് വിളിക്കുന്നതിൽ എന്ത് കിട്ടാനാണ്, എന്ത് നേട്ടം ഉണ്ടാകാനാണ്? ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ പുനർജനിക്കുവോ? ഈ രാമായണം വായിച്ചിട്ടുള്ളവരാരും തന്നെ ഇമാതിരി തോന്നിവാസം കാണിക്കത്തില്ല. പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരാരും തന്നെ ഈ രീതിയിലൊന്നും വൃത്തികേട് കാണിക്കത്തില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരാരും ഹിന്ദുക്കളല്ല, ഇവരാരും മനുഷ്യരല്ല, ഇവരൊക്കെ തന്നെ രാക്ഷസന്മാരാണ്. ഇനി ഇവരെയൊക്കെ നിഗ്രഹിക്കാൻ ആരെങ്കിലും വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഇവിടെ ശരിക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് നമ്മൾ മനുഷ്യരാണ്. ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഡാർക്ക്നെസ്സിനൊക്കെ നേരെ
നമ്മൾ വെളിച്ചം വീശിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വലയിൽ വീണ് കഴിഞ്ഞാൽ ഈ നാടിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. സത്യത്തിൽ എനിക്ക് ചില സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടാതാകും എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ കമൻസിൽ വന്ന് പറയുന്നുണ്ട്, എന്തിനാണ് ഇത്രയും ബയാസ്ഡ് ആയിട്ട് സംസാരിക്കുന്നത്. ഞാൻ ബയാസ്ഡ് അല്ല, ഞാൻ ഫ്യൂരിയസ് ആണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. ആ ദേഷ്യം ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ റിഫ്ലക്റ്റ് ആവും. നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ റിഫ്ലക്റ്റ് ആവും. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പോലും പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ഒരു സൈഡ് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ആരുടെ സൈഡ് പിടിച്ചിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതുപോലെയുള്ള രാക്ഷസന്മാർക്ക് എതിരെയാണ് സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള രാക്ഷസന്മാർ ഏത് മതത്തിലുണ്ടെങ്കിലും ഞാൻ അവർക്കെതിരെ സംസാരിക്കും. കാരണം ഇവരൊക്കെ തന്നെ മനുഷ്യന്മാർക്ക് ഉപദ്രവമാണ്, മനുഷ്യന്മാർക്ക് ദ്രോഹമാണ്, മനുഷ്യന്മാരുടെ നിലനിൽപ്പിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നവരാണ് ഇവരൊക്കെ. നമ്മളെ മനുഷ്യരാക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യരാക്കുന്ന ഫാക്ടേഴ്സ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുന്നത്? അവർ മനുഷ്യരല്ല. കുറച്ചൊക്കെ ഒരു വെളിവും വെള്ളിയാഴ്ചയൊക്കെ വേണം. നമ്മളെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഇതാണ് നമ്മുടെ ബ്രെയിനാണ്. പക്ഷേ ഈ ബ്രെയിൻ ഉപയോഗിച്ച് ഇവരൊന്നും ചിന്തിക്കുന്നില്ല. നമുക്കിപ്പോൾ എന്താണ് ഏറ്റവും അത്യാവശ്യം? ഈ ഒരു യുഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്? ഞാനൊരു ഉദാഹരണം പറയാം. ഒത്തിരി വിശന്ന് വലഞ്ഞ് എന്നും പട്ടിണിയോടുകൂടി കിടക്കുന്ന ആൾക്കാരോട് പോയി മതം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട നീഡെന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് മാത്രം മതി അവർക്ക്. അല്ലെന്നുണ്ടെങ്കിൽ രോഗവുമായിട്ട് വലയുന്നവർ, നല്ല മാറാ രോഗവുമായിട്ട് വലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഇതുപോലെയൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല. കാരണം അത്തരത്തിലുള്ള മനുഷ്യന്മാർക്ക് അറിയാം യഥാർത്ഥത്തിലുള്ള നീഡ് എന്താണെന്നുള്ളത്. പക്ഷെ ഇതുപോലെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിക്കിട്ട് കുത്തിത്തിരിപ്പ് കാണിക്കുന്നവന്മാർക്ക് അറിയില്ല. അപ്പം അവർക്കെതിരെ നമ്മൾ നിൽക്കണം, അവർക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മൾ മതം നോക്കാൻ വേണ്ടി പാടില്ല, നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിയാൻ വേണ്ടി പാടില്ല, ഒന്നിച്ച് നിൽക്കണം. നമ്മൾ മതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കണം ഒന്നിച്ച്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഉണ്ടാകുന്നില്ല. പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, പല ആൾക്കാരുടെയും മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാക്ഷസന്മാരുടെയൊക്കെ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഇതുണ്ടെങ്കിൽ പോലും അവരാരും ചിന്തിക്കുന്നില്ല, ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കണ്ണുമടച്ച് ബ്ലൈൻഡ് ഫോൾഡറിൽ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ ന്യൂസ് കഫേ മലയാളം എന്നൊക്കെ പറയുന്ന ചാനലിൽ ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാകുന്നത്, ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നത്. ഇതുപോലെ വർഗീയതയൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരുടെയൊക്കെ ചാനലുകളിൽ ഇത്രയധികം സപ്പോർട്ടേഴ്സ് ഉണ്ടാകുന്നത് അതിനുള്ള ഉദാഹരണമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ചിലർക്ക് ഇങ്ങനെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ചിലർക്ക് വെളിയിൽ ഇറങ്ങി പ്രതികരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതിനെതിരെ എൻ്റെ വോയിസിലൂടെ പ്രതികരിക്കുന്നുണ്ട്, ചാനലിലൂടെ ആയിക്കോട്ടെ, എന്നാലും പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോലും പ്രതികരിക്കാതെ എത്രയോ ആൾക്കാരുണ്ട്. ഇത്തരത്തിൽ ഇവർക്കൊക്കെ എഗനസ്റ്റ് ആയിട്ട് പ്രതികരിക്കുമ്പോൾ എന്നെ വരെ വന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ മാറി ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചിന്തിക്കുക. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് തന്നെ മനസ്സിലാക്കുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. സത്യം, ഇവിടെ നിൽക്കാൻ ഒരു ഫ്യൂച്ചർ കാണുന്നില്ല ശരിക്കും. ഇതാണ് നമ്മളുടെ ഫ്യൂച്ചർ. ഇനി ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലുന്ന ഒരു തലമുറ, അതാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ.